ഞാൻ ശിഹാബ് തങ്ങളുടെ അടുക്കൽ പോയവനാണ്. സംഘടന, ഞങ്ങളുടെ സംഘടന എറണാകുളം സമ്മേളനം കഴിച്ചതിന് ശേഷം പിന്നെയും കുറെ കൊല്ലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അബുദാബിയിൽ ഒരു അറബി ഒന്നുകിൽ ഉമർ ബാഫക്കി തങ്ങളുടെയോ അല്ലെങ്കിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയോ ഒരു കത്ത് വാങ്ങിക്കൊണ്ടുവരണം, എന്നാൽ നിനക്ക് ഞാൻ ഏറ്റ സംഖ്യ തരുമെന്ന് പറഞ്ഞപ്പോ നാദാപുരത്തുകാരനായ പോക്കർ ഹാജിയെയും കൂട്ടിയിട്ട് ഞാൻ ശിഹാബ് തങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ മറ്റുള്ള കക്ഷികളെ ഒക്കെ വിടുന്നതിന് മുമ്പ് ധാരാളം തിരക്കുള്ള സമയമാണ്. തങ്ങളവരുകൾ ആദ്യം വിളിച്ച്, ഞങ്ങളെ നേരത്തെ തന്നെ വിളിച്ച് ഉള്ളിലിരുത്തിയിട്ടുണ്ട്. തങ്ങളവരുകൾ കുളിച്ച് ഷർട്ടും മുണ്ടും മാറ്റി ഇറങ്ങി വന്നതിന് ശേഷം ഒരു കസേരയിരിക്കുന്നു. ആദ്യം തന്നെ ഒരു ടവലോ മറ്റോ എടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് അൽ ഫാത്തിഹ എന്ന് ഫാത്തിഹോദി. എന്നിട്ട് ഒരു ദുആ നടത്തി. അതിനുശേഷം പോക്കർ ഹാജിയെ വിളിച്ച് സുകാര്യം ചോദിച്ചു. എന്നെ സംബന്ധിച്ച് ചോദിച്ചു. ഞാൻ ഇന്നാളാന്ന് വ്യക്തമായിട്ട് പോക്കർ ഹാജി പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഒരു കത്തിന് വന്നതാണ്. എന്നോട് തങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെ പല കമ്മിറ്റിയുടെയും പ്രസിഡന്റാണ്, സ്ഥാപനങ്ങൾ പ്രസിഡന്റാണ്, ആർക്കും ഞാൻ കത്ത് കൊടുക്കാറില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങളെ ഞാൻ തിരിച്ചയക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതാരോടും പറയേണ്ടതില്ല എന്നോട് പറഞ്ഞു. കാലം കുറെ പഴക്കം വന്നുകൊണ്ട് ഞാൻ പറയാണ്, വളരെ മുമ്പുള്ളൊരു സംഭവമാണ്. ഇരിക്കട്ടെ, 5-10 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ കത്ത് ഞാൻ വാങ്ങി. ആ കത്ത് ഞാൻ അറബിക്ക് കൊടുത്തയച്ചു. അൽഹംദുലില്ലാ, ഞാൻ ഓർക്കുന്നു 6-7 ലക്ഷം ഉറുപ്പിക. അന്ന് ആ കത്ത് അവിടെ കിട്ടിയപ്പോൾ എനിക്ക് ഡ്രാഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് അറബി. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവറുകൾ ഫാത്തിഹോദി ദുആ ചെയ്യുകയും ഫാത്തിഹോദി മന്ത്രിക്കുകയും ചെയ്യുന്നതിന്റെ പേരിലല്ലേ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. വേറൊരു ശിർക്കും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഞാൻ പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഫാത്തിഹോദി മന്ത്രിക്കുന്നതിന്റെ പേരിൽ, ഫാത്തിഹോദി ദുആ ചെയ്യുന്നതിന്റെ പേരിൽ ശിർക്ക് ചെയ്തു എന്നല്ലേ നിങ്ങൾ ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് എഴുതിയത്. എന്നിട്ട് നാദാപുരത്തുള്ള സുന്നികളെ പരസ്പരം തല്ലിക്കാമെന്ന നിരക്ക് നിങ്ങൾ ഞങ്ങളെ പ്രസിദ്ധീകരണമാണെന്നും പറഞ്ഞിട്ട് NDP-കാരന്റെ പ്രസിദ്ധീകരണം വായിച്ചിട്ട് ഞാനതിന്റെ മറുപടി പറഞ്ഞിട്ട് ഈ വരവ് വന്നപ്പോ നിങ്ങൾ മിണ്ടിയോ സലഫി? ഈ വിഷയം നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾ മാപ്പ് പറയേണ്ടതല്ലേ നാദാപുരത്തുകാരോട്? നിങ്ങൾ മാപ്പ് പറയേണ്ടതല്ലേ സുന്നി മക്കളോട്? ഞാനെങ്ങനെ ചെയ്ത് മോശമായി പോയി, നിങ്ങളെ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞത് മോശമായി പോയി എന്ന് നിങ്ങൾ പറയേണ്ടതല്ലേ? അള്ളാഹനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ തെറ്റൊരാളോട് ചെയ്താൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ അള്ള നിങ്ങളെ തൗബ സ്വീകരിക്കുമോ? സലഫി, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ?